ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാളിന് ശേഷം നമ്മളൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെയൊക്കെ കോപ്പി എടുക്കണമായിരുന്നു. അങ്ങനെ വന്ന് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുറേ ഫോട്ടോസ്റ്റാറ്റ് ഞാൻ സ്ഥിരം എടുക്കുന്ന ഒരു സെൻറ്ററിൽ പോയിട്ട് പക്ഷേ അവിടെ അടച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പുതിയൊരു കട തേടി പിടിച്ച് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കട ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ പുനലൂരിൻ്റെ പല വ്യൂസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതുവഴി വരുന്നതും ഈ ഒരു ഷോപ്പിൽ കയറുന്നതും ആദ്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, എൻ്റെ ചാനലിൽ കൂടെ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ കോളേജിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് സേഫ്. എപ്പോഴും നമുക്കൊരു കംഫർട്ട് സോൺ അവിടെ കോളേജിൻ്റെ അവിടെ തന്നെ വെക്കുന്നതാണ് കേട്ടോ. അതിനിപ്പം ചിലപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുമോ അല്ലെങ്കിൽ അങ്ങനെ വെച്ചുകൂടാന്ന് ആരെങ്കിലും പറയുന്നത് വരെ അവിടെ തന്നെ ആയിരിക്കും. പിന്നെ KSRTC സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ പോകാനായിരുന്നു പ്ലാൻ. അങ്ങനെ വന്നപ്പോഴത്തേക്കും കൊല്ലം ബസ് എത്ര എണ്ണാന്നോ അടുക്കിയിട്ടേക്കുന്നത്. പക്ഷെ ഞാൻ കൊല്ലത്തേക്ക് പോകാനല്ല വന്നത്. നമ്മൾ എവിടേക്കാണോ പോകാൻ വരുന്നത് അവിടത്തേക്കുള്ള ബസ് അവിടെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എവിടേക്കാണോ പോകണ്ടാത്തത് ആ ബസ് അവിടെ ഉണ്ടാവും. അതാണ്, നമ്മൾ കൊല്ലത്ത് പോകാൻ വരുവാണെങ്കിൽ ട്രിവാൻഡ്രം ബസ് ഉണ്ടാവും, ട്രിവാൻഡ്രം പോകാൻ വരുവാണെങ്കിൽ കൊല്ലം ബസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എങ്ങോട്ടാണ് പോകണേന്ന്? ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ പോകാനിരിക്കുന്നത്. അങ്ങനെ ഒരു ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ദൂരോട്ട് കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ ഞാൻ ഓടി വന്ന് അതിൽ കയറിയിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞ് അപ്പം എനിക്ക് എൻ്റെ അടുത്തിരിക്കാനായിട്ട് ഒരു അമ്മയും ഒരു മോളെയും കിട്ടി. അമ്മയും മോളും എന്ന് പറഞ്ഞാൽ മോള് എന്നെക്കാട്ടിയും മൂത്തതാണ് കേട്ടോ. പക്ഷേ ആ അമ്മ എൻ്റെ അടുത്ത് ഇരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ട്രാവലിങ് തുടങ്ങി എന്നൊക്കെ നിങ്ങളോടൊന്ന് പറയണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് ഓണാക്കി വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ആ മോളും അമ്മയും കൂടി ചോദിക്കുക, അയ്യോ അമ്മയുടെ സെൽഫി എടുക്കുമെന്ന് അമ്മയ്ക്ക് നാണമാണെന്ന്. ഐ തിങ്ക് ദേ ആർ തമിഴ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാനങ്ങനെ ചോദിക്കാണ്ട് നമ്മൾ ഒരാളുടെ വീഡിയോ എടുക്കത്തില്ല, എടുത്താൽ അവരുടെ അനുവാദം ഇല്ലാതെ നമ്മൾ ഇടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, അയ്യോ വിഷമിക്കേണ്ട കേട്ടോ, എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ നിൻ്റെയും കൂടെ അമ്മയാ, അതിലൊന്നും ഒരു പ്രോബ്ലവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി കേട്ടോ. പിന്നെ ആ അമ്മ എന്നെ തനിച്ചിരുത്തത്തില്ല. അമ്മ അപ്പുറത്തെ സൈഡ് സീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അമ്മ അപ്പുറത്തോട്ട് പോയിരുന്നു കേട്ടോ, അത് ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട്. ആ മോള് കൂടെ പോകാൻ പോയപ്പോഴത്തേക്ക് അമ്മ പറയാം, വേണ്ട ഞാൻ ഒറ്റയ്ക്കാവൂന്ന്. അപ്പം അത്രയും സ്നേഹമുള്ളൊരമ്മയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു കുട്ടി വന്നിരുന്നു കേട്ടോ. അതിങ്ങനെ ഇരുന്ന് ഉറങ്ങി. ഞാൻ ഇടയ്ക്ക് ഉറങ്ങുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഉറങ്ങിയിട്ട് എൻ്റെ തോളത്തേക്ക് ഇങ്ങനെ വീണു കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ ആദ്യയും ആമിയെയാണ് മിസ് ചെയ്തത്. കാരണം അവളുമാരാണ് കേട്ടോ ഉറങ്ങിയിട്ട് എൻ്റെ തോളത്ത് വീഴുന്നത്. ഞങ്ങളെവിടെയെങ്കിലും ഒരുമിച്ച് പോകുമ്പോൾ ഞാനിങ്ങനെ നിവർന്നിരിക്കും, അവളുമാരെൻ്റെ തോളത്തേക്ക് കിടക്കും. അതാണ് പതിവ്. നമ്മൾ ടൂർ പോയപ്പോഴായാലും അല്ലാതെ നമ്മൾ ജസ്റ്റ് എവിടേക്ക് പോകുമ്പോഴായാലും അവിടെ എൻ്റെ തോളത്ത് കിടന്നാണ് കേട്ടോ ഉറങ്ങുന്നത്. പെട്ടെന്ന് എനിക്ക് എന്തോ ഓർമ്മ വന്നത് അവരെ കേട്ടോ. പ്രത്യേകിച്ച് ആ ഏജ് ആയിട്ടുള്ള ഒരു കുട്ടീനെ കണ്ടതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ ബസ്സിൽ പാളയത്ത് ഇറങ്ങി. അവിടുന്ന് പിന്നെ യൂസ്ഡ് ബുക്സൊക്കെ വിൽക്കുന്ന സെൻറ്റർ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പം മോൾക്ക് കുറച്ച് ടെക്സ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അവിടുന്ന് നടന്നാണ് കേട്ടോ യൂണിവേഴ്സിറ്റിക്ക് പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണെങ്കിലും നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും. ആ സമയത്ത് എൻ്റെ ഫോൺ തന്നെ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ബോധത്തോടെ ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വൃത്തിയും ഭംഗിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഷേക്കിംഗ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. വണ്ടികളൊക്കെ പോകുന്ന ആ ഒരു വ്യൂ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാറില്ല. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വെയിലത്തും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ടൊക്കെയാണ് കേട്ടോ ക്രോസ് ചെയ്ത് പോയത്. വെയിലാണെങ്കിലും പറഞ്ഞില്ലേ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തി. ഡെസ്റ്റിനേഷൻ കണ്ടു. അപ്പോൾ അവിടെ കുറേ സമ്മേളനമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ പേരിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഈ പെണ്ണെന്താ ഇത്. പിന്നെ ട്രിവാൻഡ്രം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അങ്ങനെ യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട്, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തുകൊണ്ട് നിൽക്കാനുള്ള ടൈമില്ല. നമുക്ക് അവിടുത്തെ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു വൻമരത്തിൻ്റെ തണലിൽ കുറേ പേരിരുന്ന് കാറ്റുകൊള്ളുന്നത്. എല്ലാം ഓരോ കുട്ടികളുടെ കൂടെ വന്നിട്ടുള്ള ആളുകളാണ് കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ കാറ്റുകൊള്ളാൻ ആരും ഇരുത്താൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ നടന്നിട്ടാണ് കേട്ടോ ബസ് സ്റ്റോപ്പിൽ പോയത്. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ നടക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ വഴിയും കൂടെ കുറേ നാളായിട്ട് വരാത്തതുകൊണ്ട് എനിക്കതെല്ലാം മറന്നു പോയിട്ടോ. അപ്പോൾ എനിക്കതെല്ലാം ഒന്നുകൂടെ ഓർത്തെടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ നടന്നതാണേ. അപ്പം വോളിബോൾ കോർട്ടൊക്കെ കണ്ടു. അപ്പോൾ എപ്പോഴും ഒരിക്കൽ മക്കളുമായിട്ട് വന്നപ്പോഴത്തേക്ക് മക്കളിങ്ങനെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടും ഉണ്ടായിരുന്നു. അത് എന്നാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അങ്ങനെ മക്കളുടെ കാര്യവും എല്ലാവരുടെ കാര്യമൊക്കെ ഇങ്ങനെ ഓർത്ത് ഞാനിങ്ങനെ ഓരോന്നൊക്കെ അലച്ചുകൊണ്ട് വരാണ് കേട്ടോ ഫോണൊക്കെ എടുത്തിട്ട്.
പക്ഷേ ഭയങ്കര വണ്ടിയുടെ ബഹളമായതുകൊണ്ട് എൻ്റെ സൗണ്ട് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ ഇടുന്നത്. നമ്മുടെ നിയമസഭാ മന്ദിരം ഒക്കെ ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും നടന്ന് സമാധാനത്തിൽ ഞാൻ ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ. അകത്തോട്ട് കയറി വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് കേട്ടോ ഞാൻ കയറാഞ്ഞത്. ഇപ്പോഴും ഇതൊന്നും കാണാത്ത മനുഷ്യരൊക്കെ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ തന്നെ പുറത്തൊക്കെ നിൽക്കുന്ന മനുഷ്യർക്കാണെങ്കിലും നമ്മുടെ നാട് കാണുമ്പോഴത്തേക്ക് ഒരു നൊസ്റ്റു ഫീൽ ചെയ്യത്തില്ലേ? എനിക്കുണ്ട് കേട്ടോ അങ്ങനെ. ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് കാണാതിരുന്നിട്ട് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നൊസ്റ്റു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതേ ബസ് സ്റ്റോപ്പ് എത്തി. പിന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് പുനലൂർ ബസ് കിട്ടി. ഒറ്റ ബസ് കിട്ടി. ഞാൻ അവിടെ ഒറ്റ ബസ്സിൽ കയറി ഇരുന്നിട്ട് സുഖമായിട്ട് ഉറങ്ങിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയ ഒരു ഫീലായിരുന്നു. അങ്ങനെ അതേ പുനലൂർ ഇറങ്ങി ഞാൻ നമ്മുടെ കോളേജിൻ്റെ അവിടെ വന്ന് നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ കോളേജിൽ നിന്ന് റീനാത്ത ഇറങ്ങി വന്നിട്ട് റീനാത്തയുടെ വണ്ടി എടുക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് കേട്ടോ സംസാരിച്ചത്. പിന്നെ അവിടുന്ന് നേരെ വന്നിട്ട് സ്മാർട്ട് ബസാറിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങാൻ വന്ന ഞാൻ ആദ്യം തന്നെ ഒട്ടും അത്യാവശ്യമില്ലാത്ത ഐസ്ക്രീമാണ് കേട്ടോ എടുത്തത്. എന്നെ അവർ അടിച്ചേൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ കുറേ സാധനങ്ങളൊക്കെ വാരിയിട്ടുണ്ട്. പിന്നെ അതിൽ തുടങ്ങി പിന്നെ ഓരോരോ സാധനങ്ങളെടുത്തു. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നോർത്ത് പിന്നെ അങ്ങ് എടുത്തതാണ് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഇതേട്ട് ലാസ്റ്റ് ഇത്രയും സാധനമായിട്ടുണ്ട്. അത് കഴിഞ്ഞതേ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞാൻ ദേ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ദേ എങ്ങനെയെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് പറക്കി വണ്ടിക്കകത്താക്കി വീടെത്തിയിട്ടു. അധികം സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ കല്യാണരാമനെ പോലെയായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ വീടെത്തിയപ്പോഴത്തേക്ക് റിസ്മോന്റെ പല്ലൊക്കെ ഇളക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും കൂടെ ചെയ്യുകയാണ്. അപ്പോഴാണ് ഞാൻ വന്നത്. ഇളകിയ പല്ല് തിരിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ എന്നെ കാണിക്കുക കേട്ടോ. ഫോട്ടോ എടുക്കില്ല. നീ ലൈഫിൽ ആ പല്ലിനെ തിരിച്ചു കിട്ടത്തില്ല, അറിയോ? ലൈഫിൽ കാണിച്ചു തന്നിട്ട് ക്യാമറ കാണിച്ചോ? പല്ല് കാണിക്ക്. പല്ലൊക്കെ ആയിരിക്കും. തിരിച്ച് ബാ വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. പോയ വഴിക്ക് കൊണ്ടുപോയ വെള്ളം മാത്രം 1-2 തവണ കുടിച്ചു. അപ്പോൾ വന്നിട്ട് ഞാൻ വീറ്റ് പൊറോട്ടയും കറികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മക്കൾക്കും കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. മക്കൾ ഉപ്പുമുളകും ഫാൻസ് ആയതുകൊണ്ട് തന്നെ ഉപ്പുമുളകും കണ്ടുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ഫുഡ് കഴിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആരാണ് ഇങ്ങനെ ഉപ്പുമുളകും ഫാൻസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ള ഐസ്ക്രീം മാംഗോൻ്റെ ആയിരുന്നു. അപ്പോൾ ആ ഐസ്ക്രീം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് ഗ്ലാസിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ഗ്ലാസ്. വേറെ യൂസ് ഒന്നുമില്ല, മറ്റേ ഫുൾ ജാർ സോഡ നമ്മൾ ഉണ്ടാക്കത്തില്ലേ ആ ഒരു ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തിട്ട് ഐസ്ക്രീമും കുടിച്ചു. എനിക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് മാത്രം എടുത്ത് കുടിച്ചതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.